President Sri Rakesh B. He got 182 votes, and next candidate Sajid Nambiar got 75 votes. Vice President Sandeep Sanan. He got 187 votes, and Sophia Paul got 133. Anand Kumar got 97 votes. Secretary Kalliyur Shashi, total 25 votes. Liston Stephen, he got 128 votes, so he is declared elected. Vinay got 87 votes, so Liston Stephen gets elected. Joint secretaries. Alvin Anthony gets 204 votes. Then Anand Kumar gets 61 votes. Hamsa MM gets 192 votes. So, sir, who gets elected? That is joint secretaries. That is Alvin Anthony and Hamsa MM. Treasurer Subai Reddy gets 154 votes, and Sajid Nambiar gets 80 votes. So Subai Reddy is declared elected. Now, executive committee members. First, I'll give the votes by each candidate. Then I will declare winners. Abdul Aziz KM, 86 votes. Abraham Matthew, 143. Abu Bakr LT, 27 votes. Anil Matthew, 116. Anthony Matthew, 30 votes. Chandran R, 33 votes. Girish Vaikam, 118 votes. Jobil George, 139. Krishnakumar and Raikiril Unni, 194 votes. Menon VBK, 82 votes. Mukesh R. Mehta, 141. Avsay Pachan Chitrangana, 173. Philip MC, Century Kochuman, 164. Ramesh Kumar KG, Rema, 161. Satish Kumar, 55. Sandra Thomas, 110. Santosh Pavitran, 167. Shashidhara Verma, 25. Sherga Sandeep, 184. P.R. Walker, 161. Subramanian SST, 159. Suresh Kumar G, 201. Tilageshwari, Sheila Kurian, 36. Thomas Joseph Patatana, 26. Thomas Matthew, Thomas Tiruvilla Phillips, 141. Vishak Subramaniam, 208. Therefore, now I'll read the names of only that who have won that 14 names. Vishak Subramaniam, 208. Suresh Kumar D, 201. Krishnakumar N, Unni, 194. Sherga Sandeep, 184. Avsay Pachan, 173. Santosh Patra, 167. Philip MC, 164. Ramesh Kumar KG, 161.
Siad Gokar, he also get 151. Subramaniam SSC, 159. Abraham Matthew, 143. Mukesh R. Mehta, 141. Thomas Matthew, 141. Joby George, 139. And these 14 persons are declared elected. Thank you for all the cooperation you have given me. എന്തെങ്കിലുമൊക്കെ അവിടെ ദേഷ്യപ്പെട്ട് പറയുന്നു വന്നിട്ടുണ്ടെങ്കിൽ അന്നേരത്തെ ആ ടെൻഷൻ കൊണ്ടാണ്. അപ്പൊ അതിനർത്ഥം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത് ഇത്രയും വിജയമാക്കി എന്നെ ഗുണമാണ്, എൻ്റെ എൻ്റെ ടീമിൻ്റെ ഗുണമാണ്. അവരാത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. പുതിയ ഭാരവാഹികൾക്കും സ്ഥാനം ഒഴിയുന്ന ഭാരവാഹികൾക്കും എല്ലാം ആവും. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ പ്രവർത്തകരെല്ലാവരും എത്തിയിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെ. നമ്മുടെ ഇന്നത്തെ ജനറൽ ബോഡി കഴിഞ്ഞു, നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ജയിച്ചവർക്ക് അഭിനന്ദനം. എല്ലാവർക്കും ജയിച്ച എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും അഭിനന്ദനം. ഞാൻ കോശി സാറ് 25 വർഷമായി ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭരണാധികാരിയായിട്ട് വലിയ സേവനമാണ്. സാറ് ഒരിക്കലും വെള്ളം ചേർക്കാത്ത ഒരു കാര്യത്തിന് പോലും വെള്ളം ചേർക്കാത്ത ഒരാളാണ് സാർ. സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റാണ് സാറ്. സാറ് വളരെ കൃത്യമായിട്ട് ഇവിടെ വന്ന കാര്യങ്ങൾ അറിയാറുണ്ട്. എനിക്ക് വളരെ സങ്കടമുണ്ട് സാർ. സാറിന് ഒരു കേസിൽ അതിന് ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ മാപ്പ് പറയുകയാണ്. അങ്ങനെ സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും നമുക്കൊക്കെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചോ പഴയ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നു വെച്ചാൽ അത് ഇപ്പോൾ ഇനി അത് പറയുന്നത് ഒരു ശരിയല്ലാത്തൊരു കാര്യമാണ്. അത് പറയാൻ പാടില്ല. നമ്മുടെ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളെ ഒത്തിരി മനോവിഷമം ഉണ്ടാക്കിയ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെയൊക്കെ വളരെ മോശമായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ രീതിയിൽ നമ്മളെ എല്ലാവരെയും വളരെ മോശമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുകയും വീട്ടിലിരിക്കുന്ന കുടുംബത്തിനെ വരെ ഇതിൻ്റെ അകത്തോട്ട് വലിച്ചെടുക്കുകയും ചെയ്തതിൽ വളരെ സങ്കടമുണ്ടായിരുന്നു. അതെല്ലാം ആ സങ്കടവും ക്ഷോഭവും ഒക്കെ നമ്മളിപ്പോൾ മാറി. എൻ്റെ കൂടെ നിന്ന ഞാനും സിയാദും ഞങ്ങളിത് മുന്നിൽ നിന്ന് നയിച്ചു. ഞങ്ങളുടെ ജൂനിയർ ടീമാണ് ഇന്നിവിടെ മുമ്പിൽ ഇരുന്ന് അസോസിയേഷൻ്റെ തലപ്പത്തെത്തിയത്. അങ്ങനെയാണ് വേണ്ടത്. ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വേണം അവരെ കൊണ്ടുവന്ന് ഇതിന് മുമ്പോട്ട് നയിച്ചു വേണം പോകാൻ. അപ്പം ഞാനൊക്കെ ഇന്ന് മത്സരിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കാണ്. എന്നുവെച്ചാൽ ഇവരെ പോലുള്ള നമ്മുടെ ജൂനിയറായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരെ മുമ്പോട്ട് വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഒട്ടും തെറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അത് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മെമ്പർമാരോട് വേണം അതിനുള്ള നന്ദി പറയാൻ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളും ഇവിടുത്തെ മെമ്പർമാരും നിൽക്കുമ്പോൾ അവരോടൊക്കെ നിശ്ചിതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അസോസിയേഷൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. ഞങ്ങളൊരു 300-320 മെമ്പർമാരെ ഇവിടെ ഉള്ളൂ. അതിൻ്റെ അകത്ത് അവരെ ബോധ്യപ്പെടുത്തി വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ ഇത് വലിച്ചഴച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെയൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയല്ല ചെയ്യണമെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള വേദിയുണ്ട്, നമ്മുടെ ജനറൽ ബോഡിയുണ്ട്. ആ വേദിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർക്കണം. അല്ലാതെ വെളിയിൽ വെച്ചുള്ള പിഴുപ്പഴക്കൽ വളരെ മോശമാണ്. അത് ആരാണെങ്കിലും അത് ഇനിയെങ്കിലും അത് നിർത്തണം. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലിരിക്കുന്നവരും എൻ്റെ കൂടെ ഉള്ള ഒത്തിരി പേർക്കും വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കൊക്കെ ഒത്തിരി ഞാൻ ഗുണ്ടയാണെന്നോ അല്ലെങ്കിൽ എന്തോ
വേറെ കാട്ടുകള്ളൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരുകൾ നമ്മുടെ പുറത്ത് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനതൊക്കെ തള്ളിക്കളഞ്ഞു. എനിക്ക് അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അതൊന്നുമല്ല നാട്ടുകാരുടെ ഇടയിലല്ല പറയുന്നത്. നമ്മുടെ അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അത് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമാണ്. അത് സമൂഹത്തിൻ്റെ മുമ്പിൽ അലക്കി മോശക്കാരാവേണ്ട ഒരു കാര്യമല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇനിയെങ്കിലും അത് അവർക്കൊക്കെ ഒരു പാഠമാവട്ടെ, അവരത് പഠിച്ച് ആ രീതിയിലേക്ക് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞങ്ങളെ വിജയിപ്പിച്ച ഞങ്ങളുടെ ഫുൾ പാനൽ എല്ലാവരും, ഞങ്ങളുടെ 21 പേര്, 14 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും 7 നമ്മുടെ ഓഫീസ് ബെയറേഴ്സും എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു. അതിനുള്ള നിസ്സീമമായ നന്ദി എൻ്റെ നമ്മുടെ മെമ്പേഴ്സിനോട് പറയുന്നു. അവരാണ് ഞങ്ങളുടെ ശക്തി, അവരാണ് ഞങ്ങളുടെ കരുത്ത്. അവർ ഞങ്ങളെ വിശ്വാസം അർപ്പിച്ചു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടെന്നെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ട് വരുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ കണ്ടത്. അതാണ് നമ്മുടെ മെമ്പേഴ്സ്. ഞങ്ങൾ വളരെ സത്യസന്ധം. എന്നും സത്യം ജയിക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പം ആ ഒരു പ്രോസസ്സിൽ ഇതൊരു സത്യത്തിൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോശി സാറിന്, പിന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും, പിന്നെ എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ലെറ്റർ കൂടെ ബാലൻസ് വായിക്കാനുണ്ടായിരുന്നു. ഞാനിവിടെ പറഞ്ഞതാണ്. അതിന് വായിക്കണോ അതോ അപ്പോൾ കമ്മിറ്റിയുടെ മുമ്പാകെ സാങ്ഷൻ കിട്ടിയതായിരുന്നു. ഓക്കെ, വളരെയേറെ സന്തോഷം. കാരണം കഴിഞ്ഞ 2 വർഷക്കാലം ഇവിടെ പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഈ 2 വർഷം കൊണ്ട് ഇതേ വേദിയിലാണ് 2 വർഷം മുമ്പ് പ്രസിഡന്റായിട്ട് അധികാരം ഏറ്റെടുത്തത്. അന്ന് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമ്മൾ പണിത ബിൽഡിങ്ങിൻ്റെ കോടിക്കണക്കിനുള്ള ബാധ്യത തീർക്കുമെന്ന് ഞങ്ങൾ അന്നത്തെ കമ്മിറ്റി ഇവിടെ പ്രഖ്യാപിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് അമ്മയുമായി സഹകരിച്ച് ആ ഷോ നടത്തി മുഴുവൻ ബാധ്യതയും തീർക്കുകയുണ്ടായി. അതോടൊപ്പം ആ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മളുടെ 35 അംഗങ്ങൾക്കാണ് നമ്മൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ് 35 ഒതുക്കിയത്. അന്ന് 5 കോടും 10 കോടും ചെയ്തവർക്കാണ് കൊടുത്തിരുന്നത്. ഈ കമ്മിറ്റി ഇന്ന് മുതൽ അത് നമ്മുടെ പുതിയ പ്രഖ്യാപനം വന്നു. 60 വയസ്സ് കഴിഞ്ഞ നമ്മുടെ മുഴുവൻ അംഗങ്ങൾക്കും പെൻഷൻ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. വളരെയേറെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യം കൂടെ ഞാൻ ഇറങ്ങുകയാണ്. എൻ്റെ കൂടെ ഈ 2 വർഷം പ്രവർത്തിച്ച കമ്മിറ്റികൾക്കെല്ലാം പ്രത്യേകം നന്ദി. പുതിയ കമ്മിറ്റി സുരേഷേട്ടൻ പറഞ്ഞ പോലെ മനോഹരമായ കമ്മിറ്റിയാണ്. പല കാര്യങ്ങളും ചാനലിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ പലതും കേട്ടിട്ടുണ്ടാവും. ഇതുവരെ ഒന്നിനും പ്രതികരിക്കാത്ത ആളാണ് ഞാൻ. മുന്നോട്ടും പ്രതികരിക്കുന്നില്ല. കേസ് കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്യുകയാണ്. സുരേഷേട്ടൻ പറഞ്ഞാൽ അതിമനോഹരമായ കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് 2 വനിതകൾ, സോഫിയ പോൾ വൈസ് പ്രസിഡന്റായിട്ടും ഷാർഗ എക്സിക്യൂട്ടീവിലും കയറിയിട്ടുണ്ട്. വനിതാ പ്രാതിനിധ്യം ഇപ്രാവശ്യം കൂടുതലാണ്. നന്ദി പറയുന്നു. പുതുതായിട്ട് അധികാരം ഏറ്റെടുക്കുന്ന അംഗങ്ങളെ ഞാൻ അധികാര കൈമാറ്റത്തിൽ ക്ഷണിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള നമ്മുടെ എല്ലാ സുഹൃത്തും നമ്മുടെ എല്ലാ വഴികാട്ടിയുമായ ചെന്നൈയിൽ നിന്ന് സൂപ്പർ ഗുഡ് ഫിലിംസ് ഏകദേശം 100 ചിത്രങ്ങൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിലും കന്നഡത്തിലുമായി നിർമ്മിച്ച ചൗധരി സാറ് ഇന്ന് വോട്ട് ചെയ്യാനിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, ഏറ്റവും കൂടുതൽ വിജയിയുടെ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഇനി ആരംഭിച്ച് ചെയ്യാൻ ആർട്ടിസ്റ്റുകളില്ലെന്ന് തോന്നുന്നു. മലയാളത്തിൽ കുറച്ചുപേര് മാത്രം ആരംഭിച്ചിട്ടുണ്ട്. സാറിൻ്റെ മകനാണ് പ്രമുഖ താരം ജീവ. സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനൊരു ആദരവ് ഈ അസോസിയേഷൻ്റെ പേരിൽ നൽകുന്നു. സുരേഷ് സിയാർക്കാർ പ്ലീസ്. സാർ പ്ലീസ് സാർ. എനിക്ക് ചൗധരി സാറിനെ കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. ചൗധരി സാറിനെ വളരെ സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന് നിങ്ങളെ കേട്ട് കാണുന്നുള്ളൂ. 100-ൽ പരം ചിത്രങ്ങൾ, 100-ലും മേലെ ചിത്രങ്ങൾ സാറ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ
ഇതുവരെയാണെങ്കിൽ ഞാൻ പഴയ 80കളിലേക്ക് പോവാണ്. എൻ്റെ ആദ്യത്തെ സിനിമ സാറാണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത്. അന്ന് 82 83 കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം സാറ് ഓവർസീസ് ബിസിനസ്സിൽ നിന്ന് സാറ് പതുക്കെ 88 സിനിമാ നിർമ്മാണത്തിലേക്ക് ഇറങ്ങി 100-ൽ പരം സിനിമകൾ തമിഴിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം സാറ് ചെയ്യാത്ത ഒരു ലാംഗ്വേജും ഇല്ല. അത്രയ്ക്ക് പടങ്ങൾ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നിർമ്മാതാവാണ് സാറ്. സാറ് ഇവിടെ വന്നിരിക്കുന്നത്, സാർ ഇവിടുത്തെ മെമ്പറാണ്. സാർ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നത് എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് സാറ് രാവിലെ മുതൽ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം. ആ സിനിമയോടുള്ള സ്നേഹം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാറിൻ്റെ ഒരു മനസ്സ്, സാറിനോട് 100 ഇത് പറഞ്ഞ നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്. നമ്മൾ സാറ് 2 വാക്ക് പറയാം. மைக் ஃபோபியா இருக்கு. எல்லாருக்கும் நமஸ்காரம். எல்லாருக்கும் வணக்கம். வெற்றி பெற்ற அனைவருக்கும் என்னுடைய வாழ்த்துக்கள். 100 படம் சொல்லுவாங்க, ஆனால் 100 படம் 2 படம் பாக்கி, இது 99 படம் தான் போயிட்டு இருக்குங்க. சுரேஷை பற்றி சொல்லணும்னா எங்கள் எக்ஸிக்யூட்டிவ் ப்ரொடியூசர் சரித்திர படம் வரும்போது இவர் தான் அந்த எனக்கு ஃபுல்லாக ஹெல்ப் பண்ணார் அந்த நேரத்தில். ஸோ எல்லாருக்கும் ஏதாவது இந்த இவ்வளோ என்னை மரியாதை செய்து என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். வணக்கம். ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. വളരെയധികം സന്തോഷം. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന വ്യക്തി ഇത്രയായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലൊരു ബാക്ക് ബോണായിട്ട് എന്നെ എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നതാണ് ചൗധരി സാറ്. ഞാൻ ചൗധരി സാറിനോട് പറഞ്ഞു, സാറ് വന്നില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച ഒരു പൈസയും സാറിന് തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. സാറ് എനിക്ക് മാത്രമല്ല മലയാള സിനിമയ്ക്കൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും, ഇപ്പോൾ പ്രസിഡന്റ് ആയിക്കോട്ടെ, സെക്രട്ടറി ഞാനായിക്കോട്ടെ, സുരേഷ് ചേട്ടൻ ആയിക്കോട്ടെ, സിയാദൊക്കെ ആയിക്കോട്ടെ, ആൻഡോ ചേട്ടൻ ആയിക്കോട്ടെ, എല്ലാവരും ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ രഞ്ജിത്ത് ചേട്ടൻ ആയിക്കോട്ടെ, എല്ലാവരുടെയും ക്ലോസ് ഫ്രണ്ടാണ്. സാറിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാവരുടെയും പേരിൽ, മലയാള സിനിമയുടെ പേരിലുള്ള നന്ദി ഇവൻ പറയുന്നത്. താങ്ക് യു സോ മച്ച് സാർ. തെരഞ്ഞെടുപ്പ് സമയത്ത് ആശയപരമായ അങ്ങോട്ടും തർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്നു മുതൽ ഈ കമ്മിറ്റിയാണ്, നമ്മളെല്ലാം അംഗങ്ങളെല്ലാം ഒരുപോലെയാണ്. എല്ലാവരും ഒരുപോലെ സഹകരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ചില ആശയയുദ്ധങ്ങൾ അവസാനിപ്പിക്കുക. പ്രത്യേകിച്ച് ലിസ്റ്റിൽ നമുക്ക് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. അല്ലല്ല, പ്ലീസ് എല്ലാവരും അവസാനിപ്പിക്കുക. അല്ലല്ല, തമാശയായിട്ടല്ല, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. അതെല്ലാം നിർത്തുക, പരസ്പരം എല്ലാവരും അങ്ങോട്ടും. അപ്പോൾ പുതിയ ഭാരവാഹികളെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാതിരുന്ന 2 മെമ്പേഴ്സിന്, അതായത് അവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് പോലീസൊക്കെ 2 ഗുണ്ടകളെ ഈ ഇലക്ഷനെ പ്രമാണിച്ച് തിരഞ്ഞെടുത്തു. ഞാൻ സുരേഷ് കുമാർ. അപ്പൊ ഇനി 3ാമതൊരാൾ ഞങ്ങൾ ലൈനിട്ട് വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരും. അല്ല, ഒരിക്കലുമല്ല, എനിക്ക് ആർക്കും ലൈൻ ചെയ്യാൻ പറ്റില്ല. അത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥാനപ്പേര് തന്നോടുകൂടി ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയിപ്പോ അത് ചെയ്തെന്ന് ഞാൻ തെറ്റിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് സോഫിയെ പോലും അതേമാതിരി നസറിലെ ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടിന്റെ കുടുംബത്തിലുള്ള അവരെ നമ്മളൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഇവിടെ. അവരെയൊക്കെ ഈ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവർ ആർക്കും ഇലക്ഷന് പോകണ്ട എന്നുള്ള ലെവലിൽ ഞങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സുരേഷൊക്കെ പറഞ്ഞു അവരെ ഇവിടെ കൊണ്ടുവന്നു. എന്തായാലും വളരെ സന്തോഷം. 189 എങ്ങാണ്ടൊക്കെ കിട്ടി. വളരെ ചരിത്ര വിജയം തന്നു. ഞങ്ങൾക്ക് സന്തോഷം വന്നത് ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് അപമാനിച്ച് തിരിച്ചു പോകണല്ലോ എന്ന് ഉള്ള ആ ഒരു ചേച്ചിനോട് നന്ദി പറയുന്നു. എനിക്കൊരു വാക്ക് നിങ്ങളോട് പുതിയ ഭരണത്തിൽ ഹലോ ഒന്നേ പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ
മോശം അവസ്ഥയിൽ കൂടിയാണ് പ്രൊഡക്ഷൻ, മലയാളത്തിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ വഴിക്കോളു നമ്മളുടെ കണ്ടന്റ് ചാർജസ്. ആ കണ്ടന്റ് ചാർജസിന് നമ്മൾ യൂറോപ്പ് ഇങ്ങനെ പല കാര്യങ്ങളിലും വളരെയധികം ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഇവിടെ തിയേറ്ററിൽ നമ്മുടെ ഇതുണ്ട്. എല്ലാ തിയേറ്ററിലും അത് വെച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അപേക്ഷ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബി രാകേഷിനെ ആദ്യമായി ഞാൻ ജനറൽ സെക്രട്ടറി ശ്രീ ജസ്റ്റിൻ സ്റ്റീഫൻ, ട്രഷറർ ശ്രീ എൻ ബി സുബൈർ, വൈസ് പ്രസിഡന്റുമാർ സോഫിയ പോളും സന്ദീപ് സെനാണ്. പക്ഷേ സോഫിയ പോൾ നേരത്തെ ഒരു അത്യാവശ്യ കാരണം കൊണ്ട് വീട്ടിൽ പോയി. സന്ദീപ് സെനെ ക്ഷണിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് ആൽവിൻ ആന്റണി, എം എം ഹംസ. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരാണ് ശ്രീ എബ്രഹാം മാത്യു, ശ്രീ ജോബി ജോർജ്, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ മുകേഷ് ആർ മേത്ത, ശ്രീ ഔസഫ് ബച്ചൻ, ശ്രീ ഫിലിപ്പ് എം സി സെഞ്ചുറി കൊച്ചുമൻ, രമേഷ് കുമാർ, സന്തോഷ് പവിത്രം, ഷർഗ സബ്ദി, സിയാദ് കൗക്കർ, SST സുബ്രഹ്മണ്യൻ, ശ്രീ ജി സുരേഷ് കുമാർ, ശ്രീ തോമസ് മാത്യു, ശ്രീ വിശാഖ് സുബ്രഹ്മണ്യൻ. ആദ്യമായിട്ട് ഓക്കെ, വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് മാത്രമായിരുന്നു ഞങ്ങളുടെ ഈ മെയിൻ ഒരു ഇതിൽ രണ്ടുപേര് എഗനിസ്റ്റായിട്ട് ഇവൻ ഉണ്ടായിരുന്നത്. എന്നാലും ഇവൻ കുഴപ്പമില്ല. ചായ അടിക്കാനായിട്ട് അറിയാവുന്ന ആളെ തന്നെ ചായക്കടി ഏൽപ്പിച്ചത് ഏതായാലും നന്നായി. കാരണം അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരു കംപ്ലീറ്റ് പ്രൊഡ്യൂസറാണ് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ അകത്തേക്ക് പലര് വരാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിനുള്ളിലുള്ള ആളുകളെല്ലാം നിർമ്മാതാക്കളായതുകൊണ്ടിട്ടാണ് ചായ അടിക്കാനായിട്ട് അറിയാവുന്ന ആളെ ഈ പദവിയിലേക്ക് ഏൽപ്പിച്ചത്, ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. വേറെ ഒന്നുമല്ല, ഞാനൊരു തമാശ രീതിയിൽ പറഞ്ഞുള്ളൂ. ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരെയും ആൻഡ്രോ ചേട്ടൻ മുമ്പേ പറഞ്ഞു ഒന്നും പറയരുതെന്ന് പറഞ്ഞു. കാരണം ഞാൻ ആൻഡ്രോ ചേട്ടൻ്റെ പ്രായമല്ല, ശകലോടെ എനിക്ക് കുറച്ചുകൂടെ പ്രായക്കുറവുള്ളതുകൊണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. എനിവേ അധികം വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പാനലിനും അത്രയും പറയാനുള്ളൂ എനിക്ക്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ലീഗൽ അഡ്വൈസറെ തീരുമാനിക്കുന്നതും ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നതുമാണ്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. നിലവിലുള്ളവരെ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും നിലവിലുള്ളവരെ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ വേതനം എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. പിന്നെ അടുത്ത കൊല്ലത്തെ ഇലക്ഷൻ നടത്താൻ വെളിയിൽ നിന്ന്, അതായത് ഒരു അഡ്വക്കേറ്റിനെ വെച്ച് ഇലക്ഷൻ നടത്താനുള്ള തീരുമാനം കൂടെ ഈ കമ്മിറ്റി എടുക്കണം. ആരാണെന്നുള്ളത് അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. ഒരു എന്തായാലും എക്സ്റ്റേണൽ ഓഫീസ് അല്ല. കാര്യം എന്ന് വെച്ചാൽ ഇലക്ഷൻ 25 കൊല്ലമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഇപ്പോൾ കേസിന് പോയിരിക്കുന്ന ബൈലോയിലാണെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് കൂടെ നടത്തണമെന്നാണ് പണ്ട് ഉണ്ടായിരുന്നത്. 25 വർഷമായിട്ട് അങ്ങനെയല്ല നടക്കുന്നത്. ഒരു റിട്ടേണിംഗ് ഓഫീസറെ വെച്ചാണ് നടത്തുന്നത്. ഇപ്പോഴാണ് അതിന് കേസിന് പോകുന്നത് ഒരാൾ. ഇത് തെറ്റല്ല. അപ്പോൾ അത് ബൈലോ അങ്ങനെ പെട്ടെന്ന് അമെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ
അതെ, അത് ചെയ്യണം. അതിലേക്ക് പോവാം. ആ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ അതുകൊണ്ട് അത് തരാം ഒരു കാര്യം. പിന്നെ പുതിയ പ്രസിഡന്റായിട്ട് ചേർന്നിട്ട് ഞാൻ ഈ പത്രസമ്മേളനം നടത്താൻ വലിയ മിടുക്കനല്ല. ചിലർ പറയുന്നത് പത്രസമ്മേളനം നടത്തുന്നതാണ് അതിൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു പത്രസമ്മേളനം നടത്താൻ വലിയ കഴിവില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ യോഗ്യനല്ല എന്ന് ആരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അല്ല, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം കഴിവുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും വോട്ട് തന്ന് ആളുകൾ വിജയിപ്പിച്ചപ്പോൾ ഞാനൊരു മടയനല്ല എന്നുള്ളത് എനിക്കൊരു വിശ്വാസം വന്നത് ഇപ്പോഴാണ്. ജനറൽ ബോഡി വൈൻഡപ്പ് ചെയ്യാണെന്ന് അറിയാം. എങ്കിലും പുതിയ കമ്മിറ്റിയെ അനുമോദിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഇതിലുള്ള ഭൂരിഭാഗം അംഗങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ, അതായത് സുരേഷ് ചേട്ടനും രഞ്ജിത്തും പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഈ കാലയളവ് വരെ സേവിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇങ്ങനെ ഒരു പുതിയൊരു കമ്മിറ്റി ഇവിടെ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുകയും കാരണം വെച്ചാൽ 10 മണിയായി. എല്ലാവരും കാരണം ഒട്ടുമിക്ക കടകളും 11 മണിക്ക് അടയ്ക്കുന്നതായതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ രാകേഷിനോടും അധികാരമേറ്റ പുതിയ കമ്മിറ്റിയോടും പറയുകയാണ്, ഇവിടെ ഇപ്പം ആൻഡ്രോ ജോസഫ് അല്ലെങ്കിൽ രഞ്ജിത്ത്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ജനറൽ ബോഡി അംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാ അംഗങ്ങൾക്കും അവകാശമുണ്ട്. തുടർന്നുള്ള കാര്യങ്ങളിൽ നല്ല ജാഗ്രതയോടുകൂടി ഈ സംഘടന മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് കാരണം അടുത്ത വർഷം ഇതേ സമയത്ത് ജനറൽ ബോഡിയിൽ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിട്ട് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കേക്ക് കട്ടിംഗ് കൂടെ ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇരുപത്തഞ്ച് കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.